welcome back to our channel. Now, today I am going to title what is in my makeup travel kits. Travel is the makeup items carry in this video. I am business അത്യാവശ്യമായിട്ട് പോയോണ്ട് വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരിയാണ് ഇന്ന് ഒറ്റയ്ക്ക് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വീഡിയോ എടുത്തിട്ട് കുറേ ആയില്ലേ, അതുകൊണ്ട് ശരിയാണ് ഞാൻ ഒറ്റയ്ക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ ഞാൻ എൻ്റെ ബ്യൂട്ടിയുടെ കാര്യത്തിലും സ്കിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് കോൺഷ്യസ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ. ആൻഡ് ഇത് നമ്മുടെ ഈ ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷമുള്ള ഒരു ലോങ് ട്രിപ്പ് എന്ന് പറയാൻ ട്രിവാൻഡ്രം പാലക്കാട് ട്രിവാൻഡ്രം ഇത് തന്നെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഇപ്രാവശ്യം ഞാൻ ട്രിവാൻഡ്രത്ത് പോയി, ഞങ്ങളൊരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ട്രിവാൻഡ്രത്ത് പോയ സമയത്ത് ഞാൻ എടുത്ത സാധനങ്ങൾ അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇനി ഞാൻ എവിടേക്കെങ്കിലും ആണെങ്കിലും ഇപ്പൊ ഒരു വൺ ഡേയിൽ കൂടുതൽ സ്റ്റേ ചെയ്യുന്ന ഒരു അവസരം വരികയാണെങ്കിൽ ഞാൻ ഈ സാധനങ്ങൾ എന്തായാലും ക്യാരി ചെയ്യും. അപ്പൊ അത് നിങ്ങളായിട്ട് കാണിക്കാൻ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് എന്റെ ട്രാവൽ കിറ്റിൽ ഉള്ളത് നോക്കാം. ആൻഡ് ഇതാണ് ഞാൻ എന്റെ മേക്കപ്പ് സാധനങ്ങൾ കരുതിയിരുന്ന മേക്കപ്പ് ആൻഡ് സ്കിൻ കെയർ സാധനങ്ങൾ കരുതിയിരുന്ന ബാഗ്. ആൻഡ് ഇത് നമ്മളൊരു ഹോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഫേസ് ഷോപ്പിന്റെ ഒരു കോംബോ കിറ്റ് വാങ്ങിയപ്പോൾ അതിൽ കിട്ടിയ ഡ്യൂ കിറ്റാണിത്. സൂപ്പർ സാധനമാണ്. അപ്പൊ ഇതിലാണ് ഞാൻ എന്റെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പോയത്. ആൻഡ് ഇതിൻ്റെ അകത്ത് കുറച്ചധികം സാധനങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം ഞാൻ ഒരു സമയത്ത് യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ല, എല്ലാം ഉണ്ടാവും. എന്താ പറയാ, എനിക്ക് എന്താണോ അപ്പൊ തോന്നുന്നത് അതിനനുസരിച്ച് യൂസ് ചെയ്യാനുള്ളതാണ്. സോ ഇതിൻ്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഒറ്റ സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടതല്ല. ഓക്കെ, അപ്പോ എന്റെ ഫസ്റ്റ് സെറ്റപ്പിലുണ്ട് ഒരു ക്ലെൻസർ ആണ്. ഇപ്പൊ ഞാൻ ഇത് മാത്രമേ എന്റെ ഫേസിൽ ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ജെന്റൽ ആയിട്ടുള്ള ഒരു സ്കിൻ ക്ലെൻസർ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഇത് ഞാൻ ഏകദേശം കഴിയാറായി. ഞാൻ ഈ ഒരു ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്യുന്നത്. എന്താ ഇത്രയും ബാലൻസ് ഉള്ളൂ, കണ്ടു തോന്നുന്നു ഇത്രേ ബാലൻസ് ഉള്ളൂ. സൂപ്പർ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇത് മാത്രം വെച്ച് ക്ലെൻസ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടിലേക്ക് കൂടിയിട്ടും പെട്ടെന്നൊന്നും എന്റെ സ്കിൻ ഡ്രൈ ആവാറില്ല. ഈ വിന്ററിലാണെങ്കിലും പെട്ടെന്നൊന്നും എന്റെ സ്കിൻ ഡ്രൈ ആവാറുണ്ടായിരുന്നില്ല. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ക്ലെൻസർ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ സാധനമാണ്. ഇതെല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ്. സോപ്പ് ഫ്രീ ആണ്, ഇറിറ്റേഷൻ ഉണ്ടാവില്ല. ഇത് നമ്മുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ക്ലെൻസർ. സോ ഇത് ഞാൻ എപ്പോഴും ക്യാരി ചെയ്യും. വൺ ഡേ സ്റ്റേ ഓവർ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇത് കൊണ്ടുവന്ന സാധനമാണ്. ഇത് ഞാൻ ഇപ്പോൾ ഡെയിലി ഒരു 3-4 ടൈംസ് യൂസ് ചെയ്യും. അത്യാവശ്യം ഞാൻ നല്ല രീതിയിൽ ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഫസ്റ്റ് സാധനം. ഇത് ഞാൻ മറക്കാണ്ട് എടുത്ത് വെക്കും ഇപ്പൊ എവിടേക്കാണെങ്കിലും. പിന്നെ എന്റെ കൈ കിട്ടിയത് വലിയ വലിയ സാധനങ്ങളാണ് ഫസ്റ്റ് നമ്മുടെ കൈ കിട്ടുക. പിന്നെ ഈ ഒരു ഐഷാഡോ പാലറ്റാണ്. ഇത് മെബിലൈൻസ് ദ നോട്ട്സ് ഐഷാഡോ പാലറ്റാണ്. ഇതിലെ എല്ലാം ഞാൻ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഞാനിപ്പോ ഒരു ഗോ ടു ഗോ മേക്കപ്പ് ആണെങ്കിലും എവിടേക്കാണെങ്കിലും കുറച്ച് ഇതായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ എന്താ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്യും. നമ്മുടെ ഒരു ട്രാൻസ്പെറന്റ് ഷെയ്ഡൊക്കെ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. സോറി, ട്രാൻസിഷൻ ഷെയ്ഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ഞാൻ എപ്പോഴും ഇപ്പൊ ക്യാരി ചെയ്യാറുണ്ട് ഈ ഒരു ഷെയ്ഡിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ യൂസ് ചെയ്യുന്നത് ഈ കാമ ആയുർവേദാണ്, റോസ് വാട്ടർ ആണ്. ഇത് നമ്മുടെ ടോണറായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ എപ്പോഴും ഒന്നും യൂസ് ചെയ്യില്ല. എന്നാലും എന്റെ സ്കിന്ന് കുറച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ ഞാൻ ഇത് യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഇതെന്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഈ ലാക്മിയുടെ വൈറ്റ് പ്രസ്ഡ് പൗഡർ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ സംഭവമാണ്. ഞാൻ മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ ഈ ഒരു സാധനം മാത്രമാണ് ഇപ്പോ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ കറന്റ്ലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കഴിഞ്ഞൊരു ലെറ്റ്സ് ക്ലാരിഫൈ എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് എന്റെ മേക്കപ്പിനോടുള്ള കാഴ്ചപ്പാട്. സോ ഈ ഫൗണ്ടേഷൻ അതുപോലെ കൺസീലർ ഇതൊക്കെ ഞാൻ യൂസ്ഡ് അല്ലാത്ത ഒരാളായിരുന്നു. ഞാൻ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത്. അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ എന്റെ സ്കിന്നിന് വരികയും ചെയ്തു. സോ ഇപ്പൊ എനിക്ക് മേക്കപ്പിനോട് അത്ര ഒരു ഇതില്ല. വീണ്ടും ഞാൻ പണ്ടത്തെ പോലെ ആയിട്ടില്ലെങ്കിൽ കൂടിയിട്ടും ചെറിയ രീതിയിൽ എനിക്ക് മാറ്റം വന്നിട്ടുണ്ട്. സോ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു കോമ്പാക്ട്, ഈ ഒരു പ്രസ് പൗഡറാണ് ലാക്മിയുടെ. ഇത് തന്നെ അപ്ലൈ ചെയ്താൽ തന്നെ എനിക്ക് വെളിയിലേക്ക് ഇറങ്ങാനുള്ള കോൺഫിഡൻസ് കിട്ടും. സൂപ്പറാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസ് ഷോപ്പിന്റെ ഈ ഒരു മസ്കാര. ഞാൻ ഇപ്പൊ അപ്ലൈ ചെയ്തിരിക്കുന്നതും ഈ മസ്കാര. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു മസ്കാര. ഞാൻ യൂസ് ചെയ്തതില് ലോറിയലിന്റെ എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ മസ്കാര തന്നെയാണ്. പക്ഷെ അത് എന്താ പറയാ, ഒരു ഫേക്ക് ലാഷ് വെച്ച് ആ ഒരു ഫീല് കിട്ടാൻ അങ്ങനത്തെയൊക്കെയാണ് ആ മസ്കാര യൂസ് ചെയ്യുക. അല്ലാണ്ട് ഇത് നമ്മുടെ നോർമൽ ആയിട്ട് നല്ല ലാഷസ് നല്ല ഭംഗിയോടെ തന്നെ നിൽക്കും. സോ ഈ ഒരു മസ്കാര ഇപ്പൊ എന്റെ ഒരു ഫേവറേറ്റ് ആണ്.
അപ്പൊ ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളും എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, അതും കൂടി ഉണ്ട്. അപ്പൊ ഈ ഒരു മസ്കാര, പിന്നെ കെ ബ്യൂട്ടിയുടെ ഈ ഒരു കാജൽ, ഇതും ഞാനിപ്പോ ഡെയിലി യൂസ് ചെയ്യുന്നത്. ഡെയിലി മീൻസ് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇപ്പോ ഒരു ഫംഗ്ഷൻ അങ്ങനത്തെ ഒന്നും അല്ലെങ്കിൽ വെറുതെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാജൽ ഇതാണ്. കെ ബൈ കത്രീന കെ ബ്യൂട്ടിയുടെ ഈ ഒരു കാജൽ. ഇത് സൂപ്പർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇപ്പോ ഞാൻ നോർമൽ നമ്മുടെ ഐലൈനർ ലുക്കിനെക്കാളൊക്കെ ഞാൻ ഇപ്പൊ സ്മോക്കി ഐസ് പോലെയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, നമ്മുടെ നോർമൽ ആയിട്ട് കൂടി ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്ന പോലെ. അപ്പൊ അതിനൊക്കെ ഈ കാജൽ സൂപ്പറാണ്, ബെസ്റ്റാണ്. പിന്നെ ലിപ്സ്റ്റിക്സ് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ 2 ഫേവറേറ്റ് നൈക്കയുടെ മിനി ലിപ്സ്റ്റിക് കാശി, എന്താ ഇതെന്തായിരുന്നു, കോഡാണെന്ന് തോന്നുന്നു, കോഡ് നമ്പർ 19 കാശിയും, അതുപോലെ തന്നെ ലാക്മിയുടെ ഈ ഒരു ലിപ്സ്റ്റിക് മൗ പാർട്ടി എന്ന് പറയുന്ന ഷെയ്ഡിലുള്ള, സോറി കോഡ് നമ്പർ അല്ല ഷെയ്ഡ് നമ്പർ. അപ്പൊ ഈ ഒരു ലിപ്സ്റ്റിക്, ഇത് 2 ഇപ്പൊ ഞാൻ ക്യാരി ചെയ്യുന്ന എന്റെ ഫേവറേറ്റ്. ആൻഡ് ഇത് കഴിയാറായി, പക്ഷെ ഇത് സൂപ്പറാണ്. പക്ഷെ ഈ ഒരു ലിപ്സ്റ്റിക് സൂപ്പറാണ്, പക്ഷെ ലോങ് ലാസ്റ്റിംഗ് അല്ല. നമ്മളൊരു വെള്ളം കുടിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചാലും അപ്പൊ ഈ ലിപ്സ്റ്റിക് പോവും, പക്ഷെ എന്നാലും എന്റെ ഫേവറേറ്റ് ആണ് അത്. പിന്നെ ലിപ് ബാം ഞാൻ മെബിലൈൻ്റെ ബേബി ലിപ്സ്, ഇത് ആലിയ എഡിഷനിലുള്ളതാണ്. ആൻഡ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് മാൻഹട്ടൻ മൗ. ഇതും സൂപ്പറാണ്, അത്യാവശ്യം നല്ല നമ്മൾ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലിപ്സിന് നല്ല രീതിയിൽ ഒരു ടിൻറ്റ് തരും. സോ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇത് മാത്രം വെച്ചിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്, അടുത്തായിട്ടൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ സിന്ദൂരം, ഇത് ഞാൻ എപ്പോഴും ക്യാരി ചെയ്യുന്ന ഒരു സാധനം. പിന്നെ ഇനി 2 സാധനം കൂടിയിട്ടേ ഉള്ളൂ. അതിൽ ഒന്ന് ഈ ഇത് എറ്റ്യൂഡ് ഹൗസിന്റെ ഡിയർ ഡാർലിംഗ് വാട്ടർ ജെൽ ടിന്റ് ആണ്. ഇതിന്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് 00 OR205. ഇത് ഞാനിപ്പോ ബ്ലഷ് ആയിട്ട് അപ്ലൈ ചെയ്യാണെങ്കിൽ ലിപ് ടിന്റ് ആയിട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യില്ല, എന്നാലും ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യും. പിന്നെ ഈ ഒരു ഐലൈനർ, ലാക്മിയുടെ ഇൻസ്റ്റാ ലൈനർ, ഇത് വാട്ടർ റെസിസ്റ്റന്റ് ലൈനർ ആണ്. സോ ഇതും ഞാൻ എപ്പോഴും എടുത്ത് വെക്കും. പക്ഷെ ഇപ്പൊ ഞാൻ ഐലൈനർ അങ്ങനെ യൂസ് ചെയ്യില്ല, അതിന് കാജൽ തന്നെയാണ് യൂസ് ചെയ്യുക, എന്നാലും ഇതെന്റെ കയ്യിലുണ്ടാവും. അപ്പൊ ഇതാ കഴിഞ്ഞു. പിന്നെ ഇത്രയേ ഉള്ളൂ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോയപ്പോ ക്യാരി ചെയ്ത എന്റെ മേക്കപ്പ് സാധനങ്ങൾ. പിന്നെ മോയിസ്ചറൈസർ, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അത് മോയിസ്ചറൈസർ അല്ല. മോയിസ്ചറൈസർ ഞാൻ കുറെ ആയിട്ട് യൂസ് ചെയ്തത് ജോൺസൺ ബേബിയുടെ യാഷിക്കുട്ടിന്റെ മോയിസ്ചറൈസർ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. എന്റെ സ്കിന്നിൽ വന്ന മാറ്റങ്ങളൊന്നും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാളത്തേക്ക് അത് മാത്രം മതി എന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പൊ യാഷിക്കുട്ടിന്റെ ജോൺസൺസ് ബേബിയാണ് ഞാൻ മോയിസ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് പലപ്പോഴും ഇപ്പൊ മോയിസ്ചറൈസർ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, എന്റെ സ്കിൻ അത്രയ്ക്ക് പെട്ടെന്ന് ഡ്രൈ ആവുന്നില്ല. സോ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് യാഷിയുടെ മോയിസ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങളായിട്ട് ഈ കുഞ്ഞു കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ നമ്മുടെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.